ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഒരു കഥാകാരൻ പരിമിതികളില്ലാതെ ചിന്തിച്ച് ഒരു കഥ എഴുതിയാൽ അതെങ്ങനെയിരിക്കും? ആടിന്റെ തലയും മനുഷ്യന്റെ ഉടലുമുള്ള ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുകയാണെങ്കിലോ അതിനെ നിങ്ങൾ വളർത്താൻ തയ്യാറാകുമോ? അങ്ങനെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് വളർത്താൻ തയ്യാറായ ഒരു അച്ഛനും അമ്മയും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ശരിക്കും ഒരു ആർട്ട് ഫോമിലുള്ള ഫിലിമാണിത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫാന്റസി കഥകളമല്ല, ഒരുപാട് ചിന്തിക്കുന്ന ഏതോ ഒരു ചിന്താകാരന്റെ ഭാവനയിലുണ്ടായ കഥ. വ്യത്യസ്തമാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 റിലീസ് ചെയ്ത ലാംപ് എന്ന ഒരു ഐസ്ലാൻഡിക് മൂവിയാണ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഐസ്ലാൻഡിലെ ഒരു ഗ്രാമം. അവിടെ കുന്നിന് മുകളിലായി കനത്ത കാറ്റ് വീശുന്ന സമയത്ത് കുറെ കുതിരകൾ ഒരു ഭാഗത്തേക്ക് നടന്നു പോകുന്നുണ്ടാവും. ഈ നടന്നു പോകുന്ന കുതിരകൾ എന്തിനെയോ കണ്ട് ഭയപ്പെട്ട് വഴിമാറി തിരിച്ചു പോകുന്നു. അവിടുന്ന് നേരെ താഴത്തേക്ക് വന്നാൽ താഴ്വാരത്ത് ഒരു ആട്ടിൻ ലായം. അവിടെ ഒരുപാട് ആടുകളുണ്ട്. നമ്മൾ ചെമ്മരിയാടെന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് ആ സെറ്റപ്പിലുള്ള കനത്ത തണുപ്പിലും അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആടുകൾ. ഈ ആടുകളും ആ കുതിരയെ പോലെ എന്തിനെയോ കണ്ട് ഭയപ്പെടുന്നുണ്ട്. ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചെതറി ഓടുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു ഗർഭിണിയായ ആടിനെ കാണിക്കുന്നു. അത് അവശയായിട്ട് കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ ഈ ആട്ടിൻ ലായം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ചേട്ടൻ വരുന്നുണ്ട്. ഇദ്ദേഹമാണ് ഈ ആടുകളുടെ എല്ലാം ഓണർ. അങ്ങേർക്കൊരു ചന്തമുള്ള പട്ടിയും ഉണ്ട്. നമ്മുടെ ഓണർ ചേട്ടൻ, ഭാര്യ, പിന്നെ ഈ പട്ടി. ഇവര് 3 പേരുമാണ് ഈ അടിവാരത്ത് ജീവിക്കുന്നത്. കൃഷിക്കാരാണ്. ഉരുളക്കിഴങ്ങോ മറ്റോ കൃഷിയും ചെയ്യുന്നുണ്ട്. അതേസമയം കുറെ അധികം ആടുകളെയും വളർത്തുന്നുണ്ട്. ഇവരെ വീട് മാത്രം മറ്റയൽക്കാരുമായിട്ടൊന്നും ബന്ധമില്ലാതെ തനിച്ച് ആളൊഴിഞ്ഞൊരു ഭാഗത്താണുള്ളത്. നമ്മൾ ഇന്നലെ ഒരു ഗർഭിണിയായ അമ്മ ആടിനെ കണ്ടില്ലേ? ആ അമ്മ ആടിന്ന് പ്രസവിക്കും 2 ആട്ടിൻകുട്ടികളെ. നമ്മുടെ ഓണർ അമ്മയ്ക്കും അച്ഛനും അത് കണ്ട് ഒരുപാട് സന്തോഷമായി. അവരാണ് അതിന്റെ പ്രസവമൊക്കെ നോക്കുന്നത്. വലിയ ആഡംബരമോ കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ സമാധാനത്തോടെ ജീവിക്കുന്ന കുടുംബം. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭർത്താവ് പറയാണ്, കണ്ടോ ന്യൂസിൽ ടൈം ട്രാവൽ പോസിബിൾ ആണെന്ന് പറയുന്നു. തിയറിറ്റിക്കലി അത് പോസിബിൾ ആണത്രേ. ഇനിയിപ്പോൾ പലരും അത് പരിശ്രമിച്ച് വിജയിപ്പിക്കാൻ ശ്രമിക്കും. അത് കേട്ട് ഭാര്യ പറയും, അതങ്ങനെ ടൈം ട്രാവൽ പോസിബിൾ ആവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സന്തോഷത്തോടെ ഇരുന്ന ആ ഒരു നിമിഷത്തേക്ക്, ആ ഒരു കാലത്തേക്ക് ഞാൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. സോ ഇവരുടെ ലൈഫിൽ വലിയൊരു സങ്കടം കടന്നു പോയിട്ടുണ്ട്. ആ സങ്കടത്തിലാണ് ഇവർ ജീവിക്കുന്നത്. അതെന്താണെന്ന് ഇപ്പം അറിയില്ല. ഈ പ്രസവിച്ച ആട്ടിൻകുട്ടികളെ 1-2 ദിവസം കഴിയുമ്പോൾ ഇവരതിന്റെ ചെവിയിൽ നമ്പർ അടിക്കുന്നുണ്ട്. അതേസമയം ചെവിയുടെ കൂർത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ആടിനെ വളർത്തിയവർക്ക് അറിയുമായിരിക്കാം. അങ്ങനെയുള്ളവർ കമന്റ് ചെയ്താൽ മറ്റുള്ളവരും മനസ്സിലാക്കും. പണി കഴിഞ്ഞ് ഇവർ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പട്ടി കുരയ്ക്കുന്നത് കേൾക്കുക. അകത്ത്, ലായത്തിനകത്തുനിന്നാണ് ഈ പട്ടി കുരയ്ക്കുന്നത്. ഇവര് ചെന്ന് നോക്കുമ്പോണ്ട് പുതിയൊരാട് പ്രസവിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. ആ ആട് ഇപ്പൊ ഗർഭം ധരിച്ചെന്നവർക്ക് അറിഞ്ഞിട്ടില്ല. എന്തായാലും ആ ആടിനെ ഇവര് സഹായിച്ച് അതിന്റെ പ്രസവം നോക്കും. എന്നാൽ പുറത്തേക്ക് വീണ ആട്ടിൻ കുഞ്ഞിനെ കണ്ട് ഇവർ 2 പേരും ഞെട്ടുന്നുണ്ട്. ആ ആട്ടിൻകുട്ടി എന്ത് അവസ്ഥയിലാണുള്ളതെന്ന് നമുക്കിപ്പോൾ കാണിക്കുന്നില്ല. അച്ഛൻ ആട്ടിൻകുട്ടിയെ അമ്മയുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കും. അമ്മ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്വന്തം കുഞ്ഞിനെ പോലെ പൊത്തിയെടുത്തുകൊണ്ട് പോവാണ് വീടിനകത്തേക്ക്. എന്നിട്ട് അതിനെ കഴുകി വൃത്തിയാക്കി ഒരു ഇഡലി പാത്രത്തിനകത്ത് പുതപ്പൊക്കെ ഇട്ട് പുതച്ച് കിടത്തിയിരിക്കുക. പാല് കൊടുക്കാൻ നേരം സാധാരണ ആട്ടിൻകുട്ടിയെ പോലെ തന്നെ ഇതും ആവേശത്തോടെ ചാടി പിടിച്ച് കടിച്ചു കുടിക്കുന്നുണ്ട്. രാത്രിയെല്ലാം അമ്മ ആ ആട്ടിൻകുട്ടിയെ തന്നെ നോക്കി ഇരിപ്പുണ്ടാവും. ഇവർക്കെന്തോ പുതുജീവൻ കിട്ടിയതുപോലെ. പിറ്റേന്ന് ജോലി ചെയ്യുന്ന സമയത്തും ഇടയ്ക്കിടെ ഇവർ ആട്ടിൻകുട്ടിയെ വന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലെ. എന്നാൽ ഈ ആട്ടിൻകുഞ്ഞിനെ എടുത്തോണ്ട് വന്നില്ലേ അതിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന്, ആ അമ്മ തള്ള, ആ തള്ള ആട് ഇടയ്ക്കിടയ്ക്ക് മേ മേ എന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുന്നുണ്ട്, ഇവരോടെന്തോ ചോദിക്കുന്ന പോലെ. പക്ഷെ ഇവര് ഈ ആട്ടിൻകുട്ടിയെ അമ്മയ്ക്ക് കാണിച്ചിട്ടില്ല. നമ്മുടെ ഹീറോയിനാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ ഏത് സമയത്തും ആ ആട്ടിൻകൊച്ചിനെ എടുത്തു വെച്ച് കൊഞ്ചിച്ചുകൊണ്ട് അതിനെ ഉറക്കിക്കൊണ്ട് നടക്കുക, സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ. ഇത് കണ്ട് ഭർത്താവിന് സങ്കടം വരുന്നുണ്ട്, അതേ സമയത്ത് സന്തോഷവും വരുന്നുണ്ട്. ഒരു പുതിയ ജീവിതം കിട്ടിയതുപോലെ അയാൾ കരുതും. തന്റെ ഭാര്യ ഇത്രയും സന്തോഷവതിയായിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ തള്ളാട് അതിന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് ഇവരെ വീടിന് ചുറ്റും നടക്കുന്നു. മേ മേ എന്ന ശബ്ദം ഉണ്ടാക്കി ഇവരോടും ചോദിക്കുകയാണ്. അത് പിന്നെ ഏത് ജീവജാലാണെങ്കിലും പെറ്റ കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുമല്ലോ. എന്നാൽ ഇവര് കുഞ്ഞിനെ അതിന് കാണിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും കൂടി ആ തള്ളാടിനെ ഓടിച്ചു വിടുകയാണ്. രാത്രി ഇവര് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ തള്ളാടിന്റെ കരച്ചിൽ കേൾക്കാം. പക്ഷെ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അത് കരച്ചിൽ നിർത്തും എന്നാണ് അവർ വിചാരിക്കുക. അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് അച്ഛനായിരിക്കും ആ കുഞ്ഞിനെ നോക്കുന്നത്.
രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമാണ്. മാറി മാറി സ്വന്തം കുഞ്ഞിനെ പോലെ അവരതിനെ പരിചരിക്കുന്നുണ്ട്. അമ്മ ജോലിക്ക് പോയ സമയം കുഞ്ഞ് ഉറങ്ങുമ്പോൾ കുറച്ചു നേരം ഗ്യാരേജിൽ ചെന്ന് പണിയെടുക്കാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ കിടത്തി അച്ഛൻ ഗ്യാരേജിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പാടത്ത് പോയ അമ്മ തിരിച്ചു വരും വീട്ടിലേക്ക്. കുഞ്ഞിനെ കാണുന്നില്ല, ബെഡ്റൂമിൽ കുഞ്ഞിനെ കാണുന്നില്ല. ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഞാൻ ബെഡ്റൂമിലാണ് കിടത്തിയെന്ന് പുള്ളി പറയും. വീട്ടിലെവിടെയും കുഞ്ഞിനെ കാണുന്നില്ല. സോ ഭർത്താവിനെയും വിളിച്ച് അമ്മയും അച്ഛനും കൂടി കുഞ്ഞിനെ അന്വേഷിച്ച് ഇറങ്ങാണ്. കനത്ത മഞ്ഞുണ്ട്, കോട, ഒന്നും കാണുന്നില്ല. ഇവരടുത്തുള്ള മലഞ്ചെരുവിലേക്ക് ചെല്ലും. അവിടെ ഈ തള്ള ആട് കിടപ്പുണ്ട്. ആ തള്ള ആടിന് താഴത്തായി ഈ കുഞ്ഞും കിടപ്പുണ്ടാവും. അമ്മ ഓടിച്ചെന്ന് കുഞ്ഞിനെ കയ്യിലേക്ക് കോരിയെടുക്കുന്നു. ഇപ്പോഴാണ് നമുക്ക് ആ കുഞ്ഞിന്റെ രൂപം കുറച്ച് കാണിക്കുന്നത്. മനുഷ്യന്റെ ഉടല്, മനുഷ്യക്കുഞ്ഞിന്റെ ഉടലും ആടിന്റെ തലയും അത് തണുത്ത് വിറച്ച് കിടക്കുകയായിരുന്നു. ഇവരതിനെ കോരിയെടുക്കും. സാധാരണ ആടുകൾക്ക് ശരീരം മൊത്തം രോമം ഉണ്ടല്ലോ, ഇതിന് തലയിലേ ഉള്ളൂ രോമം. അതുകൊണ്ട് തണുപ്പ് ഫീൽ ചെയ്യും. ഇവരതിനെ കോരിയെടുത്ത് പൊത്തി തിരിച്ചു കൊണ്ടുപോവാണ്. എന്നാൽ അമ്മ തള്ള ആട് അത് വിടുന്നില്ല. അത് മേ എന്ന് പറഞ്ഞ് ഇവരുടെ പുറകെ തന്നെ ഓടി വരുന്നുണ്ട്. അതിന്റെ കുഞ്ഞാണല്ലോ. പക്ഷെ നമ്മുടെ അമ്മച്ചി ദൂരപ്പോ കൊന്നുകളയെന്ന് പറഞ്ഞ് അതിനെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. ഇവരാട്ടും കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ ചെറിയ ബെഡി കിടത്തും. അപ്പനും അമ്മയും അവർക്കൊരു കുഞ്ഞിനെ കിട്ടിയതുപോലെ അവര് സന്തുഷ്ടരാണ്. കുറച്ച് നാളുകൾ അങ്ങനെ പോയി. ഈ കുഞ്ഞ് കുറച്ച് വലുതായിട്ടുണ്ട്. ഒരു ടോഡ്ലറായി എന്ന് പറയാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ തലയെ കുഴയ്ക്കുമെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേസമയം ഇത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചാലോ എന്ന ഭയവും ഉണ്ട്. ഈ ആട്ടിൻകുട്ടി ഒരു പെൺകുട്ടിയാണ്. ആഡ എന്നാണ് അച്ഛനും അമ്മയും ആ കുട്ടീനെ വിളിക്കുന്നത്. ഇങ്ങനെ അവര് സന്തുഷ്ടരായി ഇരിക്കുന്ന സമയത്താണ് ഈ ഭർത്താവിന്റെ ചേട്ടൻ ടൗണിൽ നിന്ന് ഇവരെ ഗ്രാമത്തിലേക്ക് വരുന്നത്. പുള്ളിക്കാരൻ എന്തൊക്കെയോ കടം മേടിച്ച് മുടിഞ്ഞ് ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഇടയ്ക്കിടെ തൊഴിലിൽ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരും. കുറച്ചു കാലം ഇവരുടെ കൂടെ ജീവിച്ചിട്ട് തിരിച്ചു പോകും. അങ്ങനെ പുള്ളി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കാലത്ത് വെളുപ്പിനെ അമ്മ ആടിന്റെ കരച്ചിൽ കേട്ട് നമ്മുടെ അമ്മച്ചി നായിക എഴുന്നേക്കും. ആ ആട് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതൊരു ശല്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ കുഞ്ഞാടിന് തന്റെ അമ്മ അതാണെന്ന് മനസ്സിലായാലോ. എന്തായാലും ആ ആടുള്ളതൊരു ഭീഷണി തന്നെയാണ്. സോ ഹീറോയിൻ തോക്കെടുത്തോണ്ട് വന്ന് പുലർച്ചെ മഴയത്തും കരഞ്ഞോണ്ട് തന്റെ കുഞ്ഞിനു വേണ്ടി കാവല് കിടക്കുന്ന ആ അമ്മത്തുള്ള ആടിനെ തലയ്ക്ക് വെടിവെച്ച് കൊന്നുകളയും. എന്നിട്ട് അതിന്റെ ജഡം വലിച്ചെടുത്തോണ്ട് പോയി ഇവരെ പാടെ തന്നെ കുഴിച്ചു മൂടും. ഈ ആടിനെ കൊന്ന് കുഴിച്ചു മൂടുന്നത് ഭർത്താവിന്റെ ചേട്ടൻ കാണുന്നുണ്ട്. അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് അയാൾക്ക് ഇപ്പം അറിയില്ല. അയാൾ ഒളിച്ചിരുന്നതെല്ലാം കാണും. അന്ന് രാത്രി ലായത്തിൽ തന്നെയാണ് പുള്ളിക്കാരൻ കിടന്നുറങ്ങുന്നത്. പിറ്റേന്ന് കാലത്ത് അനിയൻ വരുമ്പോഴാണ് അനിയനെ കണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നിരുന്നു, നിങ്ങളെ ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇവിടെയാണ് കിടന്നത്, വാ വീട്ടിൽ പോകാന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നു. അനിയന്റെ ഭാര്യ അങ്ങേരെ വെൽക്കം ചെയ്യും. അങ്ങേർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ആട്ടും കുഞ്ഞ് പുതിയതായിട്ട് ആരാണ് വന്നിരിക്കണേന്ന് നോക്കാൻ വേണ്ടി എത്തി നോക്കി അങ്ങോട്ട് വരുന്നു. ഇവര് സ്വീറ്റി വായോ, നാണിക്കണ്ട, ഇത് അച്ഛന്റെ ബ്രദറാണ്, വന്നിരുന്നോളൂ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വിളിക്കും. വിളിച്ച് ചേറിയിരിക്കാൻ പറയും. നമ്മുടെ ചേട്ടച്ചാരാണെങ്കിൽ ഞെട്ടിപ്പോവാണ്. ഇതെന്താ സംഭവം എന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. അയാൾ അനിയനോട് ചോദിക്കും, ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരാടിനെയാണോ നീ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, മനുഷ്യക്കുട്ടിയെ പോലെ? അത് കേട്ട് അനിയൻ പറയും, നിനക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ കഴിയാം, പക്ഷെ എന്റെയോ മരിയയുടെയോ ലൈഫിൽ നീ ഇന്റർഫിയർ ചെയ്യരുത്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് കുറച്ചായിട്ട് സന്തോഷം കിട്ടി തുടങ്ങിയിരിക്കുന്നത്, അത് നീ ആയിട്ട് ഇല്ലാതാക്കരുത്. അന്ന് രാത്രി ഭാര്യ ചോദിക്കും, തന്റെ ബ്രദർ എത്ര കാലം ഇവിടെ ഉണ്ടാവുമെന്ന്. ഭർത്താവ് പറയും, കുറച്ചു കാലം, പേടിക്കണ്ട, അവൻ എന്തായാലും ടൗണിലേക്ക് തിരിച്ചു പോകും, അവന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, അവൻ പൊയ്ക്കോളും, കുറച്ചു കാലം നമ്മുടെ കൂടെ താമസിക്കാൻ വന്നല്ലേ, താമസിച്ചോട്ടെ, കുഴപ്പമില്ല എന്ന് ഭർത്താവ് പറയും. അയാൾ ഇവരുടെ കൂടെ ഇവരെ കൃഷിപ്പണിക്കെല്ലാം സഹായിക്കുന്നുണ്ട്. ഈ നേരം ഈ ആട്ടിൻ കുഞ്ഞിനെ നോക്കുകയാണെങ്കിൽ അതിനെ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഒരു കൈ അതിന്റെ ആടിനെ പോലെയാണ്, ഒരു കൈ മനുഷ്യനെ പോലെ. ഈ ആട്ടിൻ കുഞ്ഞിനെ പറ്റി ചേട്ടച്ചാര് ഭാര്യയോടും ചോദിക്കുന്നുണ്ട്, അനിയന്റെ ഭാര്യയോടും. പക്ഷെ അവള് മറുപടി ഒന്നും പറയുന്നില്ല. ഇയാള് ഡ്രംസ് വായിക്കുമ്പോൾ മാത്രം അതിന്റെ ശബ്ദം കേട്ട് ഈ ആട്ടും കുഞ്ഞ് അയാളുടെ മുന്നിൽ വന്ന് തലയെ കാട്ടി ഡാൻസ് കളിക്കും. അത് കഴിയുമ്പോൾ ഈ ചേട്ടച്ചാര് കുറച്ച് പുല്ല് പറിച്ച് ഈ ആട്ടിൻ കുഞ്ഞിന് ആടുകൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്ത് കഴിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് അനിയൻ ഇഷ്ടപ്പെടുന്നില്ല. അനിയൻ ചേട്ടന് ചീത്ത പറഞ്ഞ് ഇവൻ ആടല്ല മനുഷ്യനാണ്, ഇത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അതിനെ പൊക്കി എടുത്തോണ്ട് പോകും. ചേട്ടച്ചാരാണെങ്കിൽ നീ ഒരു മൃഗത്തിനെയാണ് മനുഷ്യനായിട്ട് കരുതി ജീവിക്കുന്നത്, അത് അപകടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അനിയനോ അനിയന്റെ ഭാര്യയോ അത് കേൾക്കുന്നില്ല. പിറ്റേന്ന് പുലർച്ചെ ഇവരുറങ്ങിക്കിടക്കുന്ന സമയത്ത് ചേട്ടൻ ഈ ആട്ടും കുഞ്ഞിനെയും വിളിച്ചോണ്ട് പോകും തോക്കെടുത്ത്. വീട്ടിൽ നിന്ന് കുറെ അകലെ ചെല്ലുമ്പോൾ അതിന്റെ നേർക്ക് തോക്ക് ചൂണ്ടി നിൽക്കാണ് ഇങ്ങനെ അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പാവ ആട്ടും കുഞ്ഞ്. ഈ സമയത്ത് അമ്മ കണ്ണു തുറന്ന് എഴുന്നേൽക്കും. അവര് നോക്കുമ്പോൾ കുഞ്ഞിനെ കിടത്തിയ ഭാഗത്ത് കുഞ്ഞില്ല.
ഇവരോടി താഴത്തേക്ക് വരും. അപ്പണ്ട് മൂത്തച്ഛൻ ആ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാണ്. ഇവര് കണ്ടതൊരു സ്വപ്നമായിരുന്നു. ബാക്കി അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത അടുത്ത സീനിലേക്ക് പോകുന്നു. അടുത്ത സീനില് ഈ അമ്മച്ചി ഒരു കുഴിമാടത്തി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പൂക്കൾ വെക്കുന്നുണ്ട്. അതിലെ പേര് കാണുമ്പോഴാണ് എന്താ സംഭവം എന്ന് പിടികിട്ടുന്നത്. അട എന്നാണ് ആ മരിച്ച കുഞ്ഞിന്റെ പേര്. സോ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുഞ്ഞ് മരിച്ചു പോയതാണ്. അതിന്റെ വിഷമത്തിലായിരുന്നു ഇവര് കഴിഞ്ഞുകൊണ്ടിരുന്നത് കുറെ കാലമായിട്ട്. എന്നാൽ ഈ ആട്ടിൻകുഞ്ഞിനെ കിട്ടിയപ്പോഴേക്കും തന്റെ കുഞ്ഞ് തിരിച്ചു വന്നതായി അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ മോൾക്കുണ്ടായിരുന്ന അതേ പേരുമാണ് ഈ ആട്ടിൻകുഞ്ഞിന് കൊടുത്തിരിക്കുന്നത്. അപ്പനാണെങ്കിൽ ഗുഡ് നൈറ്റ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കുഞ്ഞിനെ ഉറക്കുക. അത് കഴിയുമ്പോൾ ഒരു ദിവസം നമ്മുടെ വല്യച്ഛൻ ഈ കുഞ്ഞിനെയും കൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നുണ്ട് ട്രാക്ടറിൽ. ട്രാക്ടർ ഓടിച്ചു പോകും ഒരു പോണ്ടിലേക്ക്. അവിടുന്ന് ബോട്ടിൽ കയറ്റി ഈ കുഞ്ഞിനെ ഇരുത്തി പുള്ളിക്കാരൻ വലയിടുന്നു. കുറെ കഥകളൊക്കെ പുള്ളി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ആട്ടിൻകുഞ്ഞ് മിണ്ടുന്നൊന്നുമില്ല, മിണ്ടാൻ പറ്റില്ലല്ലോ. കൂക്കൂ എന്നുള്ള ശബ്ദം മാത്രമേ ഉണ്ടാക്കുള്ളൂ. മീൻ പിടിച്ചു കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകാൻ നേരം ട്രാക്ടർ റിപ്പയർ ആകും. സോ കുഞ്ഞിന്റെ കയ്യും പിടിച്ച് മീൻ എടുത്തുകൊണ്ട് ഇവർ നടന്നു വരുന്നു തിരിച്ച് വീട്ടിലേക്ക്. ആ കുഞ്ഞിന്റെ നടത്തമൊക്കെ കാണാൻ രസമുണ്ട്. വീട്ടിലേക്ക് വന്ന് ട്രാക്ടർ റിപ്പയർ ആയ കാര്യം അനിയനോട് പുള്ളി പറയും. അന്ന് വൈകിട്ട് ഫുഡൊക്കെ വെച്ച് ഇവർ കഴിച്ച് നല്ലൊരു ഫുട്ബോൾ മാച്ചോ വോളിബോൾ മാച്ചോ ടി വി ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാണ്. എന്നാൽ നമ്മുടെ ആട്ടിൻകുഞ്ഞിന് അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ആ കുഞ്ഞിനത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം മനുഷ്യരിഷ്ടപ്പെടുന്നത് മനുഷ്യനും മൃഗവും കലർന്ന ഈ കുഞ്ഞിന് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. കുഞ്ഞൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. അമ്മയ്ക്ക് മനസ്സിലാക്കും കുഞ്ഞിനത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അമ്മ ഒരു പാട്ട് വെക്കുന്നു. ആ വീഡിയോ മാറ്റി അടുത്തായിട്ടൊരു പാട്ട് വെക്കുന്നു. ഈ കുഞ്ഞിന്റെ കൂടെ അവർ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും കുഞ്ഞിനത് ഇഷ്ടപ്പെടുന്നില്ല. ഇവരുടെ സന്തോഷം എൻജോയ്മെന്റും അല്ല ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നു. അതിന് ആടുകളുടെ ഒരു മനസ്സുണ്ടാവുമല്ലോ. അവർ എൻജോയ് ചെയ്യാൻ നേരം ഇത് വീടിന് വെളിയിലേക്ക് ഓടിപ്പോകും. ഓടിച്ചെന്ന് പട്ടിയുടെ കൂടെ നിൽക്കുകയാണ്. പട്ടി എന്തിനോ കണ്ട് കുരയ്ക്കുന്നു. പെട്ടെന്ന് ആ കുരച്ച ഭാഗത്തേക്ക് പട്ടി ഓടിപ്പോകും. ഈ കുഞ്ഞാണെങ്കിൽ എന്തോ കണ്ട് പേടിച്ച് വീടിനകത്തേക്ക് ഓടിപ്പോകുന്നു. അകത്തുള്ള ഗ്യാരേജിൽ വന്ന് കണ്ണാടി നോക്കി വിഷമിക്കുകയാണ് ഈ കുഞ്ഞ്. തന്റെ രൂപം എന്താ ഇങ്ങനെ, ഞാൻ എന്താണ്, ഞാൻ ആരാണ് എന്നതിന് മനസ്സിലായിട്ടില്ല. ഇവിടെയാണെങ്കിൽ അപ്പനും അമ്മയും ചേട്ടനും നല്ല വെള്ളടിച്ച് പൂസായി. അതിലും അപ്പൻ നല്ല പൂസായപ്പോൾ ചേട്ടച്ചാര അപ്പനെ കിടത്തി. ആട്ടിൻകുഞ്ഞിനെ വിളിക്കുമ്പോൾ ആട്ടിൻകുഞ്ഞും അപ്പന്റെ കൂടെ കിടക്കുന്നുണ്ട്. ഓടി വന്ന് കിടക്കും. എന്നാൽ അതിന് എപ്പോഴും ആട്ടിൻ പറ്റത്തെ കുറിച്ചാണ് ചിന്ത. ഒരുപക്ഷെ ആടുകളുടെ കൂടെ ജീവിക്കണം എന്നായിരിക്കും അത് ആഗ്രഹിക്കുന്നത്. എന്താണെന്നറിയില്ല. ഇവിടെ അനിയനെ കിടത്തി ഉറക്കി ചേട്ടച്ചാര് ഇളയച്ചിയെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവള് സമ്മതിക്കില്ല. അവൾ അവനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, അടയ്ക്കറിയോ നീയാണ് അവളുടെ അമ്മയെ കൊന്നതെന്ന്. ഞാനത് പറയണോ എന്നയാൾ ചോദിക്കും. സോ അതൊരു ഭീഷണിയാണ്. ഇവൾ വഴങ്ങാൻ വേണ്ടിയുള്ള ഭീഷണി. ഇവളാണെങ്കിൽ വഴങ്ങുന്നത് പോലെ അഭിനയിച്ച് അവനെ സ്റ്റോർ റൂമിനകത്ത് പൂട്ടിയിടും. പിറ്റേന്ന് രാവിലെ ഭർത്താവ് എഴുന്നേൽക്കുമ്പോഴേക്കും നീ ഇനി ഇവിടെ നിൽക്കണ്ട, ഞാൻ നിന്നെ കൊണ്ടുപോയി വിടുകയാണ്, ഞങ്ങളുടെ ലൈഫിൽ നീ ഒരു ബുദ്ധിമുട്ടായിട്ട് വേണ്ടെന്നും പറഞ്ഞ് അയാളെയും വിളിച്ചുകൊണ്ട് കാറും എടുത്ത് അയാളെ ടൗണിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി ഇവൾ കൊണ്ടുപോകും. അവര് പോയി കഴിഞ്ഞാണ് അപ്പനും കുഞ്ഞുമോളും എഴുന്നേറ്റ് വരുന്നത്. അവര് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് കഴിക്കുന്നു. ഈ സമയത്ത് ചേട്ടച്ചാര ബസ് കയറ്റിവിടാൻ കൊണ്ടുവന്നിട്ട് അമ്മച്ചി പറയും, അടാ ഞങ്ങൾക്കൊരു നിധിയായിട്ട് കിട്ടിയതാണ്. എല്ലാം അവസാനിച്ച സമയത്ത് പുതിയൊരു തുടക്കം കിട്ടിയതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കത് മതി, ഞങ്ങൾ സന്തുഷ്ടരാണ്, അതിനില്ലാതാക്കരുത്. ചേട്ടച്ചാര് പറയും എനിക്ക് മനസ്സിലായി എന്ന്. പുള്ളിയും പോകാൻ തയ്യാറാണ്. പുള്ളി അവൾക്ക് വിഷു കൊടുത്തിട്ട് ബസ്സിൽ കയറി പോകുന്നു. ഈ നേരത്ത് ഭക്ഷണവും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കഴിഞ്ഞ് അച്ഛനും മോളും കൂടെ നമ്മൾ നേരത്തെ കണ്ട പോണ്ടിലേക്ക് പോവാണ് മീൻ പിടിക്കാൻ. ആ സമയത്ത് അമ്മ തിരിച്ചു വരികയായിരിക്കും. പ്രശ്നങ്ങളെല്ലാം തീർന്നു, ഇനി സന്തോഷമായിട്ട് കഴിയാന്ന് പറഞ്ഞു. ഇവിടെ പോണ്ടിലേക്ക് പോകുന്ന വഴി ട്രാക്ടർ റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. അത് അതേപടി എന്നെ നിർത്തി മോളെയും വിളിച്ച് ഇവര് പോണ്ടിലേക്ക് നടന്നു പോകാൻ തുടങ്ങും. അച്ഛനും മോളും പോണ്ടിനടുത്ത് എത്തുമ്പോഴാണ് ഇവരെ പട്ടി ചത്ത് കിടക്കുന്നത് അച്ഛൻ കാണുന്നു. ഈ സമയത്ത് അമ്മ വീട്ടിലേക്ക് എത്തി. ലാൻഡ് റോവർ കാറാണ്. ആ നാട്ടിൽ വില കുറവാണോ. അമ്മ വീട്ടിൽ നോക്കുമ്പോൾ അച്ഛനെയും മോളെയും കാണുന്നില്ല. പെട്ടെന്നാണ് ദൂരെ ഒരു വെടിയൊച്ച ശബ്ദം കേൾക്കുന്നത്. ഇവർ ആ വെടി ഒച്ച കേട്ട ഭാഗത്തേക്ക് ഓടി വരും. അപ്പൊ ഇവിടെയുണ്ട് നമ്മുടെ അച്ഛന്റെ ചങ്കിലേക്ക് ആരോ ഷൂട്ട് ചെയ്തിരിക്കുന്നു. നോക്കുമ്പോ ഒരു വലിയ ആടുമനുഷ്യൻ. അതാണ് നമ്മുടെ അപ്പച്ചന്റെ ചങ്കിലേക്ക് വെടിവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ആട്ടിൻ കുഞ്ഞിന്റെ അച്ഛനായിരിക്കാം അത്. അമ്മയാണെങ്കിൽ വെടിയൊച്ച കേട്ട ഭാഗത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെടികൊണ്ട അപ്പൻ നിലത്ത് കിടക്കവേ നമ്മുടെ കുഞ്ഞാടും അപ്പന്റെ പുറത്ത് കയറി കടന്ന് കരയുന്നുണ്ട്. എന്നാൽ അതിനെ നിലത്ത് വിടാതെ ആ വലിയ ആടുമനുഷ്യൻ അതിന്റെ കൈ പിടിച്ച് വലിച്ചതിനെ കൊണ്ടുപോകും. അമ്മച്ചി ഓടി വരുമ്പോഴേക്കും ഭർത്താവ് മരിച്ചു കഴിഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് ആദ്യം മനസ്സിലാവില്ല. അങ്ങനെ എഴുന്നേൽപ്പിക്കാനും അട എവിടെയെന്ന് ചോദിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എഴുന്നേൽക്കുന്നില്ല. തന്റെ കുഞ്ഞ് എവിടെ പോയെന്നും അവർക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. എന്നാൽ കുറച്ചു സമയം കഴിയുമ്പോൾ അവർ ഈ വലിയ ആട് കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയ ഭാഗത്തേക്ക് നോക്കി നിൽപ്പുണ്ട്. സംഭവം അവർക്ക് എന്തൊക്കെയോ മനസ്സിലായതുപോലെ, എന്തൊക്കെയോ അവർ അംഗീകരിച്ചതുപോലെ, ഏറ്റെടുത്തതുപോലെ. ഏതാണ്ട് അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയുടെ എൻഡിങ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ശരിയാവില്ല. അതെന്റെ മാത്രം കാഴ്ചപ്പാടായിരിക്കും. ഇതിന്റെ എൻഡിങ് കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അതാണ് നിങ്ങൾ
നിങ്ങളുടെ ശരി. ഞാനാണെങ്കിൽ ആദ്യം ഹീറോനെയാണ് സംശയിച്ചത്. പാവം മനുഷ്യനെ തെറ്റിദ്ധരിച്ചു. ക്ലൈമാക്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഓരോരുത്തരും ഇതിൽ നിന്നും എന്തെങ്കിലും മനസ്സിലാക്കണം എന്നായിരിക്കും ഇതിന്റെ മേക്കേഴ്സ് വിചാരിച്ചിട്ടുണ്ടാവുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, it's bye from ഒരു കഥ സുലട്ടുമാസ്.